വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന 50,800 പുട്ട് ഓപ്ഷനാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 51,114 റേഞ്ചിലാണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ 10 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് ഇട്ടേക്കുന്നത്. സാധാരണ എക്സ്പയറിക്ക് ഞാൻ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സ്റ്റാർട്ടാണ് ഇടാറ്. പൊതുവേ ഞാൻ അങ്ങനെ എക്സ്പയറിക്ക് ട്രേഡ് ചെയ്യാറില്ല. കാരണം നമുക്ക് ഭയങ്കര റിസ്ക്കുള്ള ഒരു പരിപാടിയാണ് എക്സ്പയറിക്ക്. കാരണം ഭയങ്കര വോളട്ടിലിറ്റി ആയിരിക്കും, പെട്ടെന്നായിരിക്കും പ്രൈസ് കയറും ഇറങ്ങും ചെയ്യുന്നത്. നമ്മുടെ ക്യാപിറ്റലിൽ 50, 60, 75% ഒക്കെ അടിച്ചു പോകാൻ നിസ്സാര സമയം മതി, പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ്. അപ്പോൾ മാക്സിമം ഞാൻ എക്സ്പയറിയുടെ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നല്ല എന്തെങ്കിലും വരുമ്പോൾ എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. ഇപ്പോൾ 50,800 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ഞാൻ ഇന്നലെ അനാലിസ് ചെയ്തതാണ്. അതാണ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് 40 റുപ്പീസിലെന്തോ ആണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 10 രൂപയുടെ അടിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇതെടുക്കാം, അപ്പോൾ എനിക്ക് ചെറിയൊരു അപ്സൈഡ് കിട്ടുമെന്ന് തോന്നി. വലിയ അപ്സൈഡ് അല്ല, പക്ഷേ എന്നാലും കുറച്ചൊരു അപ്സൈഡ് കിട്ടി. ഒരു 9 രൂപയുടെ താഴെ വന്നപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പ്രൈസായിട്ട് തോന്നി 50,800 പുട്ട് ഓപ്ഷൻ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുക്കാൻ വന്നേക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം 9 രൂപയിൽ ട്രേഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ചാർട്ട് എടുത്ത് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് എനിക്കൊരു 7 റേഞ്ചിൻ്റെ അടിയിൽ പോകുമെന്ന് തോന്നി. ഇപ്പോൾ ഞാൻ 7.70യിലാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആ റേഞ്ചിലോട്ട് വരുമ്പോൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. 7.70യിലോട്ട് വരുവാണെങ്കിൽ വാങ്ങാം. അതല്ല അത് അവിടെ ചിലപ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും. അങ്ങനെയാണ് പൊതുവേ മാർക്കറ്റിൻ്റെ ഒരു ശീലം, ആ ഒരു ശൈലി അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും 10 റുപ്പീസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ 9.60 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഓൾമോസ്റ്റ് 11.95 പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്ത് ഇപ്പോൾ കണ്ടോ, ചാർട്ട് നമ്മൾ പറഞ്ഞ പോലെ അറിഞ്ഞ് വരുന്നുണ്ട്. ചാടി കയറി എൻട്രി എടുക്കാതിരുന്നത് നന്നായെന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം 10 രൂപ ആ റേഞ്ചിലൊക്കെ ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 2 രൂപ കുറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു നഷ്ടം വന്നേനെ. എന്തായാലും വെയിറ്റ് ചെയ്ത് നന്നായി. കണ്ടോ, കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. പേഷ്യൻസാണ് മാർക്കറ്റിലെല്ലാം. ചാടി കയറി ട്രേഡ് എടുക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം മാക്സിമം. ഇപ്പോൾ എന്തായാലും 7.70 ഇപ്പോൾ 8.35 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഞാൻ വരച്ചത്ര ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് എമൗണ്ട് ഇടുന്നില്ല. ഒരു 20,000 ആണ് ഇടുന്നുള്ളൂ. കാരണം അറിയാം ഇത് എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകാം, എപ്പോൾ വേണമെങ്കിലും ഡബിൾ ആവാം എക്സ്പയറിക്ക്. അതുകൊണ്ട് വലിയ ഇതിട്ടിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരുപാട് റിസ്ക് എടുക്കാറില്ല എക്സ്പയറി ഡേക്ക്. ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് എക്സ്പയറി ഡേ, പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ലോസാണ് വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ഫണ്ട് എൻ്റെ അടിച്ചു പോയിട്ടുണ്ട് നിസ്സാര സമയത്ത് കൊണ്ടൊക്കെ. നിസ്സാര സമയം കൊണ്ടല്ല, മിക്ക സമയത്തും ഞാൻ 3:30 വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഞാൻ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് പോവും. സോ നമ്മുടെ പ്രീമിയം 0 ആയി പോവും. അങ്ങനെ ഒരുപാട് ഫണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 1,000 റുപ്പീസ് നമുക്ക് ലോസാണ്. 1,500 റുപ്പീസൊക്കെ ലോസാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 50,800 പുട്ട് ഓപ്ഷനാണ് ഞാൻ ഇന്നിപ്പോൾ 7 രൂപയ്ക്ക് മേടിച്ചിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയില്ല, ഡൗൺ ട്രെൻഡ് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ 50,800 പുട്ട് ഓപ്ഷൻ നേരെ 0 ആയി പോവും. അപ്പോൾ ഞാൻ 20,000 ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ വിചാരിച്ച പോലെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ 20,000 റുപ്പീസ് 0 ആവും. കുറച്ച് ഒരു 3:30 ആകുമ്പോഴേക്കും അത് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫുൾ എമൗണ്ട് വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് എക്സ്പയറി ഡേയുടെ റിസ്ക്. ഇൻ കേസ് അഥവാ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 51,137 ആ റേഞ്ചിലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇനി എങ്ങാനും ഒരു 300 പോയിൻറ്റ്സ് ഡൗൺ ആയി 50,800 വന്നു കഴിഞ്ഞാൽ ഈ 7 രൂപയുടെ പ്രീമിയം 20, 30, 40 പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 3 to 4 ടൈംസ് അല്ലെങ്കിൽ 5 to 6 ടൈംസ് വരെ നമുക്ക് അപ്സൈഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു ഹീറോ ഓർ സീറോ, ഒരു ലോട്ടറി പോലെയാണ് ഒരു എക്സ്പയറി ഡേ ട്രേഡിങ്. അപ്പോൾ പരമാവധി
പ്രോഫിറ്റ് കിട്ടുമ്പോൾ പെട്ടെന്ന് എക്സിറ്റ് ആവുക എന്നുള്ളത് മാത്രമേ നമുക്ക് എക്സ്പയറി ഡേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും കേട്ടിട്ട് ആരും എക്സ്പയറി ഡേക്ക് ട്രേഡ് ചെയ്യാതിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവണ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രം മനസ്സിൽ വയ്ക്കുക. പൈസ കിട്ടണ കാര്യമല്ല നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടത്, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ക്യാപിറ്റൽ പോകരുതെന്നാണ് ഒരിത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ആയതാണ് ആ ശീലമൊക്കെ. ഇപ്പോൾ ഞാനെന്തായാലും സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. സെൽ ഓർഡർ ഞാൻ ഇട്ടേക്കണേ 12.35 ഇപ്പോൾ ഓൾമോസ്റ്റ് 7.70 മേടിച്ചു. 12.35 നമുക്ക് പോവുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് നമുക്ക് ക്യാപിറ്റലിൽ ഒരു 80 അല്ലെങ്കിൽ 60 to 80% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് 10,000 മുകളിൽ പ്രോഫിറ്റ്, ആ റേഞ്ച് പ്രോഫിറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. 10,000 മുകളിൽ പ്രോഫിറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ചിലപ്പോഴാണ് അത്ര വരെ ഹോൾഡ് ചെയ്യുള്ളൂ. അതല്ല എനിക്കൊരു ഇത്ര പ്രോഫിറ്റ് മതി എന്ന് തോന്നുമ്പോൾ ഞാൻ എക്സിറ്റ് ആവും. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ലോസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 720 രൂപ, 840 രൂപ, 900 രൂപയിലൊക്കെ ലോസാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് 6 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 7.55 ഈ 6 രൂപയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ആവും. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കും 10,000 രൂപയുടെ മുകളിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട് നിസ്സാര സമയം കൊണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് 1,300 രൂപ നഷ്ടത്തിലാണ്. 7.40 റുപ്പീസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ വയ്ക്കുന്ന 6 1,500 രൂപയൊക്കെ നഷ്ടം പോലെ വരുന്നുണ്ട്. ഞാനിപ്പോൾ 10 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇട്ടേക്കുന്നത്. ഒരു 3 മിനിറ്റിൻ്റെ ക്യാൻഡിലിന് മുമ്പ് നിങ്ങൾക്ക് നോക്കി അറിയാം, ഒരു ഗ്രീൻ ഒരു മേളിലോട്ടൊരു വിക്ക് പോലെ വലിയൊരു ക്യാൻഡിൽ പോയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 നിന്ന് ഇത് ഓൾമോസ്റ്റ് 24 പോയി. അപ്പോൾ ഓൾമോസ്റ്റ് 100% തന്നെ 10 മിനിറ്റിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എടുക്കാമായിരുന്നു. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു 50,000 അല്ലെങ്കിൽ 20,000 1 lakh 2 lakh 3 lakh അതിൽ അവിടെ ഒരു 30 മിനിറ്റ് മുന്നേ 50,800 പുട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ 100% ആയിട്ട് കിട്ടിയാണ്. ദാറ്റ് മീൻസ് 2 lakh കിട്ടിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 4 lakh ആയിട്ട് ഇറങ്ങാമായിരുന്നു. എക്സ്പയറി ഡേക്ക് ഇങ്ങനത്തെ കുറേ ട്രിക്സ് ഉണ്ട്. പക്ഷേ അത് നോക്കി കണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ചാടി കയറി ആരും എക്സ്പയറി ഡേക്ക് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്യരുത്. എൻ്റെ ഒരുപാട് അനുഭവങ്ങളാണ് അതെല്ലാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ലോസ് തന്നെയാണ്. ഒരു ഓൾമോസ്റ്റ് 800 റുപ്പീസ് 600 റുപ്പീസ് ലോസ് തന്നെയാണ്. 1,000 റുപ്പീസൊക്കെ ലോസ് ഉണ്ട്. ഇപ്പോൾ പുതിയ ക്യാൻഡിലിപ്പോൾ ഫോം ആയിട്ടുണ്ട്. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ആവും, അതുകൊണ്ട് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവും. അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. 5 മിനിറ്റ് ഇടാം, 1 മിനിറ്റ് ഇടാം. അപ്പോൾ ഞാൻ എക്സ്പയറിക്ക് പൊതുവെ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ആണ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ കംഫർട്ട് എനിക്ക്. അതല്ല കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ 30 മിനിറ്റ്സോ 1 hour ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യാറ്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഇതുവരെ ബ്രേക്ക് ഈവൻ ആയിട്ടില്ല. 700 രൂപ 600 ഒക്കെ സ്റ്റിൽ ലോസിൽ തന്നെയാണ്. 7.95 നമ്മൾ എൻട്രി എടുത്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 7.85 നമുക്ക് ഓൾമോസ്റ്റ് 240 രൂപയെ നഷ്ടമുള്ളൂ. നേരത്തെ 7.25 പോയപ്പോഴാണ് നമുക്ക് 1,600 വരെ നഷ്ടം വന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് 450 600 രൂപയൊക്കെ നഷ്ടമുള്ളൂ. എന്തായാലും ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ട് 12.35. പക്ഷേ ചിലപ്പോൾ ഞാൻ അത്ര നേരം ഹോൾഡ് ചെയ്യില്ല. കാരണം എനിക്ക് മതിയാവുന്നൊരു പ്രോഫിറ്റ് ഞാൻ ചിലപ്പോൾ ഇറങ്ങും. എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് നമുക്ക് തീരെ സമയമില്ല. ഇതെപ്പോൾ വേണമെങ്കിലും തിരിച്ച് വരാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഡബിൾ ആവാം. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ പാടില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ 600 റുപ്പീസ് 300 റുപ്പീസൊക്കെ നമുക്ക് നഷ്ടമാണ്. 600 റുപ്പീസ് നഷ്ടമുണ്ട്, 360 റുപ്പീസ് നഷ്ടമാണ്. 240 ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ ആയി. ഒരു 360 റുപ്പീസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 360 റുപ്പീസ് ഇപ്പോൾ 8.05 റുപ്പീസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 480 റുപ്പീസൊക്കെ പ്രോഫിറ്റായി വരുന്നുണ്ട്. 360 ആ റേഞ്ചിൽ. ഞാൻ ചിലപ്പോൾ എൻ്റെ സെൽ ഓർഡർ മാറ്റും. കാരണം എനിക്ക് അത്ര ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നില്ല. എനിക്ക് ആദ്യം തോന്നിയുന്നുണ്ടായിരുന്നു 12.35 പോകുന്നു. പക്ഷെ ഇപ്പോൾ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ സെൽ ഓർഡർ ഞാൻ മാറ്റിയിട്ട് എനിക്ക് മതിയാവുന്ന തോന്നുമ്പോൾ ആ ഒരു റേഞ്ചിൽ ചിലപ്പോൾ
എക്സിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ചാൻസ് അതിനാണ്. ഒരു 3000 രൂപ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആവാമെന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മൈൻഡ് ഇപ്പോൾ. എന്തായാലും ഇപ്പോൾ ഒരു 600 റുപ്പീസ് നമുക്ക് ലാഭമുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ സെൽ ഓർഡർ കളയും. കാരണം 12.34 എത്തിയില്ലെങ്കിൽ പിന്നെ നേരെ റിട്ടേൺ വന്നാൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കിട്ടുകയും ചെയ്യില്ല, നമുക്ക് പിന്നെ നഷ്ടവും വരും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സെൽ ഓർഡർ കളയാൻ പോവാണ്. ചിലപ്പോൾ ചിലപ്പോൾ 11 വന്ന് നിന്നിട്ട് ചിലപ്പോൾ അത് 12.35 ഹിറ്റ് ആവാതെ തിരിച്ചു വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് 1000 റുപ്പീസ് ആ ഒരു റേഞ്ചിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ട്. 960 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്, 1000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ 1300 ആയി. 8.50 ആ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 8.40 8.35 റേഞ്ചിലൊക്കെ. ഞാൻ എന്തായാലും സെൽ ഓർഡർ എൻ്റെ ക്യാൻസൽ ചെയ്യുവാണ്. ഞാൻ എന്തായാലും മാനുവലി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് 1200 റുപ്പീസ് 1440 ആ റുപ്പീസിൽ ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് 1600 1800 ഒക്കെ പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ എന്തായാലും സെൽ ഓർഡർ ഇപ്പോൾ കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കയറി വരുന്നുണ്ട്. നമ്മൾ മേടിച്ചത് 7.95 ഇപ്പോൾ 8.85. ഇപ്പോൾ 2000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. 1920 2160 പ്രോഫിറ്റ് കയറി വരുന്നുണ്ട്. 2040 2280. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 2850 3000 രൂപയുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 3400 രൂപ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എക്സിറ്റ് ആവാൻ പോവുകയാണ്. കാരണം 3000 രൂപ തന്നെ ഞാൻ പ്ലാൻ ചെയ്തോളൂ. ഇപ്പോൾ 3600 3300 രൂപയൊക്കെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ താഴ്ന്നു 2760 പ്രോഫിറ്റ് കുറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 2760 റേഞ്ചിൽ 3240 റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. 3120 3360 കയറി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 3500 അടുത്ത് വരെ വന്നു. ഞാൻ എന്തായാലും എക്സിറ്റ് ആകാൻ പോവാണ്. കയറി വരുന്നുണ്ട്. 3149.25 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 3600 റുപ്പീസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 9.45 ഞാൻ എക്സിറ്റ് ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ട്രേഡായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് 3480 റുപ്പീസ് വരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ട്രേഡിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.